എന്തുകൊണ്ട് ഞാൻ ക്രിസ്റ്റഫർ നോളന്റെ സിനിമകൾ കാണൽ നിർത്തി? ഇപ്പോൾ ഒഡീസി ഇറങ്ങിയിരിക്കുകയാണ്, പക്ഷെ എനിക്ക് കാണാൻ തോന്നണില്ല. ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. പണ്ട് ഞാൻ നോളന്റെ സിനിമകൾ കണ്ട് നല്ലോണം എൻജോയ് ചെയ്തിരുന്നു. പുള്ളിയുടെ ഇൻസെപ്ഷൻ, മെമൻറ്റോ, പിന്നെ ബാറ്റ്മാൻ, ഇങ്ങനത്തെ സിനിമകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബാറ്റ്മാൻ ബിഗിൻസ് ഇറങ്ങിയ സമയത്ത് ഇത് നല്ല സിനിമയാണെന്ന് കേട്ടിരുന്നു. ബാറ്റ്മാൻ ബിഗിൻസും ഡാർക്ക് നൈറ്റും അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഹിന്ദി ഗജനി ഇറങ്ങിയപ്പോഴാണ് അറിയുന്നത് ഇത് നോളന്റെ മെമൻറ്റോയുടെ തമിഴ് റീമേക്കിന്റെ ഹിന്ദി റീമേക്ക് ആണെന്ന് അറിഞ്ഞത്. അപ്പോൾ തൊട്ട് ഈ മെമൻറ്റോ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് തേടിപ്പിടിച്ച് കുറേ നടന്നു. അവസാനം അന്നൊരു TV ചാനൽ ഉണ്ടായിരുന്നു, റോസ് ബൗൾ എന്ന് പറഞ്ഞു. അതിൽ രാത്രി സിനിമ കാണിക്കും. ഒരു ദിവസം രാത്രി 9 മണിക്ക് എപ്പോഴോ മെമൻറ്റോ കാണിച്ചിരുന്നു. അത് കണ്ടപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പുതിയൊരു സ്ക്രിപ്റ്റിന്റെ രീതി, നോൺ ലീനിയർ ആയിട്ടുള്ള സംഗതി, അതൊക്കെ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. പിന്നെ 2010 ഇൻസെപ്ഷൻ ഇറങ്ങി. അതിറങ്ങിയപ്പോൾ നല്ല റിവ്യൂ ആയിരുന്നു. അന്ന് കുറെ ഇംഗ്ലീഷ് പത്രത്തിലൊക്കെ അതിനെപ്പറ്റി കുറെ വാർത്തകളൊക്കെ വന്നിരുന്നു. ഭയങ്കര സിനിമയാണ്, അതാണ് ഇതാണെന്നൊക്കെ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഗംഭീരം, കിളി പാറി ശരിക്കും. ഇന്നവരെ ഞാൻ അധികം കണ്ടിട്ടില്ലാത്തൊരു കോൺസെപ്റ്റ്, ഡ്രീംസ് എന്നുള്ള കോൺസെപ്റ്റ്, അതെടുത്ത് അതിലൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അത് ഇത്രയും എന്റർടൈനിങ് ആയിട്ട് കൊണ്ടുപോകാന്നുള്ളത് ചില്ലറ കാര്യമല്ല. പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോളന്റെ സിനിമ ഇൻസെപ്ഷൻ ആണ്. പിന്നെ എന്നാൽ ഇപ്പൊ ഞാൻ ഈ നോളന്റെ സിനിമകൾ കാണുന്നില്ല, കാണാൻ ഒട്ടും തന്നെ താല്പര്യമില്ല. ഒഡീസി ഇറങ്ങി, കാണാനേ താല്പര്യമില്ല. ഇങ്ങനെ ആയി തുടങ്ങിയത് കറക്റ്റ് പറയുകയാണെങ്കിൽ 2017 ഡൺകർക്ക് ഇറങ്ങിയപ്പോഴാണ്. അത് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ നോളന്റെ അടുത്തുനിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന സംഗതിയൊന്നും ഈ സിനിമയിൽ ഇല്ലാന്ന് തോന്നി. സ്ക്രിപ്റ്റിലുള്ള ഒരു പടപ്പിക്കലാണെങ്കിലും അല്ലെങ്കിൽ കോൺസെപ്റ്റ് ആണെങ്കിലും ഒന്നും വലിയ സംഭവമായിട്ട് തോന്നിയില്ല. എനിക്ക് തോന്നി ഈ സിനിമ ഇതേ രീതിയിൽ വേറെ ഡയറക്ടേഴ്സിന് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് 2020 ടെനറ്റ് ഇറങ്ങി. അതിൽ കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ പടം കംപ്ലീറ്റ് ശോകം പടം. കോൺസെപ്റ്റ് തന്നെ ഒരു നോൺസെൻസ് ആയിട്ടുള്ള കോൺസെപ്റ്റ്. എന്തോ ഒരു ലോജിക്കില്ലാതെ എന്തൊക്കെയോ എഴുതി വെച്ചേക്കുന്നു, അത് വെച്ച് എന്തൊക്കെയോ കാണിച്ചു വെച്ചേക്കുന്നു. അതോടെ നോളനോടുള്ള ഒരു ആരാധന അങ്ങ് ഇല്ലാണ്ടായി. പിന്നെ 2023 ഒപ്പൻഹൈമർ വന്നു. അത് OTT വന്നപ്പോൾ കണ്ടു തീർക്കാമെന്ന് വെച്ചിട്ട് എനിക്ക് കണ്ടു തീർക്കാൻ പറ്റിയില്ല. അതൊരു സാധാരണ ഒരു ഹിസ്റ്ററി പടം. അതിലെന്താ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു നോളന്റെ പടമെന്നൊന്നും പറയാൻ മാത്രം ഒരു സംഗതിയില്ല. പല സിനിമയിലും വെറും സംസാരം മാത്രം ഉണ്ടാവും, എന്നാലും അതിനകത്ത് നമ്മളെ പിടിച്ചിരുത്താൻ എന്തെങ്കിലും സംഗതി ഉണ്ട്. പക്ഷെ ഈ സിനിമയിൽ ഒന്നുമില്ല. ഇതിനകത്ത് എന്തൊക്കെയോ കാണിക്കുന്നു. ഒരു ക്യാരക്ടേഴ്സിനോട് എനിക്ക് ഒരു താല്പര്യവും തോന്നിയില്ല. പിന്നെ ഇപ്പോൾ ഒഡീസി ഇറങ്ങി, അതെനിക്ക് കാണാനേ തോന്നണില്ല. ആരൊക്കെ എന്തൊക്കെ കാസ്റ്റ് അതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് കാണാൻ തോന്നണില്ല. അത് IMAX-ലാണ് ഷൂട്ട് ചെയ്തേക്കണേ, എന്തിൽ വേണേലും ഷൂട്ട് ചെയ്തോ, എനിക്ക് കാണാനേ താല്പര്യമില്ല. അത് OTT വന്നാൽ പോലും ഞാൻ കാണാൻ പോണില്ല. ഇത് എനിക്ക് തോന്നണത് ഈ നോളൻ ഇങ്ങനെ ആവാൻ തുടങ്ങിയത് പുള്ളി ഇൻഡസ്ട്രിയുടെ ടോപ്പിലെത്തി. ഒരു 2010 കൂടി പുള്ളി ടോപ്പ് ലെവലിലെത്തി. പുള്ളിക്ക് പിന്നെ വേണ്ടത്ര ബഡ്ജറ്റിൽ ഇഷ്ടമുള്ള സിനിമ എടുക്കാം എന്നുള്ളൊരു അവസ്ഥ എത്തി. അത് എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളി കുറേം കൂടെ എളുപ്പത്തിൽ വലിയ തലപുകഞ്ഞ് ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സ്ക്രിപ്റ്റോ മേക്കിങ്ങോ ഒന്നും വേണ്ട, വെറുതെ ഇഷ്ടമുള്ള രീതിയിൽ അങ്ങ് എടുക്കാം, ആൾക്കാർ കാണാനുണ്ട് എന്ന് പുള്ളിക്ക് അങ്ങ് ഉറപ്പായി. ഇതായിരിക്കണം പുള്ളി വിചാരിക്കുന്നത്, നോളം വിചാരിക്കുന്നത്. പിന്നെ ആൾക്കാരെ കയറ്റാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു ഹിസ്റ്റോറിക്കൽ സംഗതിയോ അല്ലെങ്കിൽ ഒരു മിത്തിക്കൽ സംഗതി, ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സംഗതി എടുത്തുകൊണ്ട് അതിനെപ്പറ്റി ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ കുറെ കൂടെ ആൾക്കാർ വരും എന്നുള്ളൊരു ഉറപ്പുണ്ട്. ഈ കഴിഞ്ഞ 4 സിനിമകൾ, നോളന്റെ കഴിഞ്ഞ 4 പടങ്ങൾ, അതിൽ 3 എണ്ണം ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ മിത്തിക്കൽ. ടെനറ്റ് മാത്രമാണ് ഒരു ഒറിജിനൽ സ്ക്രിപ്റ്റ് ഉള്ളത്, അതാണെങ്കിൽ വൻ ശോകപ്പടം. ബാക്കി 3 ഡൺകർക്കും ഒപ്പൻഹൈമറും ഹിസ്റ്റോറിക്കൽ, പിന്നെ ഒഡീസി മിത്തോളജി. ഇനി അടുത്തത് ഏതാ വരാൻ പോണെന്ന് അറിയില്ല. എനിക്ക് ശരിക്കും തോന്നിയത് പുള്ളി തുടങ്ങുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പുതിയതായിട്ടുള്ള കുറെ കോൺസെപ്റ്റുകൾ കൊണ്ടുവരാൻ നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ പടങ്ങൾ, ആ ഫോളോയിങ് എന്നുള്ള സിനിമയും നല്ല രസമായിരുന്നു കാണാൻ. ആ സ്ക്രിപ്റ്റും അതിന്റെ എടുത്തേക്കുന്ന രീതിയും അത് കാണാൻ ഒരു പുതുമയുണ്ടായിരുന്നു. ഒരു ചെറിയ ലോ ബഡ്ജറ്റിൽ എടുത്ത പടമാണ്, ബട്ട് അത് കാണാൻ നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. പിന്നെ മെമന്റോയുടെ സ്ക്രിപ്റ്റ് അതൊരു ഗംഭീര സംഗതി. ഇൻസോമിനിയ എനിക്ക് അത്രയും ഒരു കുഴപ്പമില്ലാന്ന് തോന്നി, ഭയങ്കര സംഭവമായിട്ട് തോന്നിയില്ല. പിന്നെ ബാറ്റ്മാൻ ബിഗിൻസ് ആണ്. ബാറ്റ്മാൻ ബിഗിൻസ് നല്ലൊരു, ആദ്യം കണ്ടപ്പോൾ എനിക്ക് അതിന്റെ ആ കഥയൊന്നും അത്ര ഒരു ദഹിച്ചില്ല. പക്ഷെ പിന്നെ കാണുമ്പോൾ നല്ല രസമുണ്ട്. ഇത് സാധാരണ സൂപ്പർ ഹീറോ അല്ല, കുറെ കൂടെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ സിനിമയായിട്ടാണ് പുള്ളി എടുത്തത്. അത് തന്നെ ഡാർക്ക് നൈറ്റും ഡാർക്ക് നൈറ്റ് റൈസസും ഇന്റർസ്റ്റെല്ലാർ പലരുടെയും ഫേവറേറ്റ് നോളൻ പടം ഇന്റർസ്റ്റെല്ലാർ ആണെന്ന് പറയും. ബട്ട് എനിക്ക് ഇൻസെപ്ഷൻ ആണ്. ഇന്റർസ്റ്റെല്ലാർ നല്ലതാണ്, പക്ഷെ എനിക്ക് അത്രയും ഒരു ഗംഭീര സിനിമയായിട്ട് തോന്നിയില്ല. ഡൺകർക്ക് തൊട്ടാണ് എനിക്ക് പുള്ളി ഒരു, ഇനി എന്തെടുത്താലും ആൾക്കാർ കണ്ടോളും, ഒരു IMAX ക്യാമറ അങ്ങ് പറയാം, അതിന് ആൾക്കാർ റെഡിയാണ്, ഹോൾ ഇൻഡസ്ട്രി റെഡിയാണ്, ഇയാൾ എന്ത് പറയുന്നോ നമ്മൾ അതിന് റെഡിയായിട്ട് നിൽക്കാൻ ആൾക്കാർ റെഡിയാണ്. അത്ര
അത്രയും ബഡ്ജറ്റും ഐമാക്സ് ക്യാമറ, ഏത് ആക്ടറിനെ വിളിച്ചാലും വന്ന് വർക്ക് ചെയ്യാൻ റെഡി ആണെന്നുള്ളൊരു അവസ്ഥയാണ്. ഇങ്ങനെ ആവുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത് നോളന്റെ സിനിമകളുടെ ഒരു ക്വാളിറ്റി തന്നെ പോയി എന്ന് തോന്നുന്നു. പിന്നെ കുറെ പേര് പറയുന്നു ഇത് അവാർഡ് കിട്ടാൻ വേണ്ടി ഇപ്പൊ നോളൻ ഇങ്ങനെ ട്രൈ ചെയ്യുന്ന പോലെ എന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ അതെനിക്ക് കറക്റ്റ് ആണെന്ന് അറിയില്ല. കാരണം അവാർഡിൽ വലിയ ഒരു കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഈ അവാർഡ് കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? അതിനേക്കാളും വലുത് ഒരു ഹൈലി സക്സസ്ഫുൾ സിനിമ എടുക്കുക എന്നുള്ളതാണ്. അതെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവാർഡിലൊന്നും വലിയ കാര്യമില്ല. പിന്നെ ഇഷ്ടമുള്ള പോലെ സിനിമ എടുക്കാം. ഇതിന്റെ വേറൊരു വകഭേദമാണ് ജെയിംസ് ക്യാമറൂൺ. ജെയിംസ് ക്യാമറൂൺ ഇങ്ങനെ ഹൈലി സക്സസ്ഫുൾ ആയിട്ട് അവസാനം അവതാർ എടുത്തു, ലോകത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന സിനിമ എന്നായി. പിന്നെ പുള്ളി അങ്ങ് അവതാറിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോയി. ഇനി അവതാറെ എടുക്കുന്നുള്ളൂ, വേറെ ഒന്നും എടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ പുള്ളി അങ്ങോട്ട് പോയി. പുള്ളി ഇപ്പൊ അവസാനം ഇറങ്ങിയ അവതാർ 3 ഒന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല, എനിക്ക് കാണാനേ തോന്നിയിട്ടില്ല. പുള്ളി വേറെയും കഥകളൊക്കെ കുറെ കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒറിജിനൽ സ്ക്രിപ്റ്റ് ഒക്കെ എടുത്ത് ചെയ്യണം എന്നൊക്കെയാണ് എനിക്ക് ആഗ്രഹം. അത് തന്നെയാണ് എനിക്ക് നോളന്റെ കാര്യത്തിലും തോന്നുന്നത്. പുള്ളി കുറെ കൂടെ ഒരു എന്താ പറയുക, കുറെ കൂടെ ഒരു കമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു പടം എടുക്കുക, അല്ലെങ്കിൽ ആൾക്കാരെ ഇൻട്രസ്റ്റിംഗ് ആക്കി ഇരുത്താൻ പറ്റുന്ന ഒരു സിനിമ എടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കമന്റിൽ പറയുക.